ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ ഉള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് നമ്മളിപ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ഇയർ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആക്കാൻ എന്തായാലും എല്ലാവരും ഒരാഗ്രഹമുള്ള എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഇൻസൈറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് BSc ആ ഒരു സ്ട്രീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാത്ത നോൺ CS ഉള്ള സ്ട്രീമിലുള്ളവർക്കും ഇത് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ പുതിയ വർഷം ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലർ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് പേര് പാസ് ഔട്ട് ആവണ ഇയർ ആയിരിക്കും. അതല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരായിരിക്കും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഇച്ചിരി കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ. വേറെ എനിക്ക് എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവം കിട്ടുകയാണെങ്കിൽ ഫോളോ അപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസാണ് ഞാൻ പറയാൻ പോണത്. ഒന്നാമത്തെ കേസ്, നിങ്ങളിപ്പോൾ ഒരു തേർഡ് സെമ്മിൽ നിൽക്കണ ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പതിയെ വേണമെങ്കിൽ വേറെ കോഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കോഴ്സസും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനുള്ളത് യുഡമിയുടെ കോഴ്സുകളാണ്. അപ്പോൾ യുഡമിയിലെ കോഴ്സുകൾ ഇപ്പോൾ ഓഫറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 389 രൂപയാണ് ഓരോ കോഴ്സിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങാം. ഇത് നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന പ്ലേസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും ഇതിൽ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 കോഴ്സസ് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വെബ് ഡെവലപ്മെൻ്റ് ആണ്. വെബ് ഡെവലപ്മെൻറ്റ് ഏഞ്ചൽ IU എന്ന് പറയുന്ന ആളുടെ ഒരു കോഴ്സ് ഉണ്ട്. അത് നല്ലൊരു കോഴ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാനത് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കോഴ്സ്. ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ കോഡിംഗ് ഒക്കെ പഠിക്കാൻ ചോദിക്കുകയൊക്കെ ചെയ്യും അവർ. കോഡിംഗ് ടെസ്റ്റൊക്കെ ഉണ്ടാവും. TCS പോലുള്ള കമ്പനികളിലാണെങ്കിൽ സിമ്പിളായിട്ടുള്ള കോഡിംഗ് ടെസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വലിയ കമ്പനീസ്, ഇപ്പോൾ വലിയ കമ്പനീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഗൂഗിള്, മൈക്രോസോഫ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനിടയ്ക്കുള്ള കമ്പനീസും ഉണ്ട്, മെയിൻ സ്ട്രീമിലായിട്ടുള്ള കമ്പനീസ്. അവരൊക്കെ നിങ്ങളുടെ ഡാറ്റ സ്ട്രക്ചറും അൽഗോരിതം ബേസ് ചെയ്തിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്നായിരിക്കും മെഷർ ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രീമിലേക്കുള്ള കോഴ്സ് എന്ന് പറയാൻ പറ്റിയത് എനിക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഇത് ഞാൻ പേഴ്സണലി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. പൈത്തൺ ബേസ് ചെയ്തിട്ടൊരു ഡാറ്റ സ്ട്രക്ചർ കോഴ്സ് ഉണ്ട്. ഇതാണ് ആ ഒരു കോഴ്സ്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അതേപോലെ റിവ്യൂസ് നോക്കിയിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാം. അപ്പോൾ അത് ഒരു കേസ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് നോക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളെന്തായാലും കോഴ്സ് പാസ് ഔട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും BCA ഒരു കമ്പ്യൂട്ടർ കോഡിങ്ങിന് മാത്രമായിട്ടുള്ള കോഴ്സാണ്, കോഡിങ് ജോബ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും നിങ്ങൾ പലരും ഇരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല, നമുക്ക് അല്ലാതെയും കുറേ ജോബൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രീം കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രീം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത് രണ്ടും കോഡിംഗ് ആണ്. പിന്നെ കുറച്ച് കോഡിങ് കുറവ് എന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ കോഡിങ് വളരെ കുറവുള്ള മേഖല എന്ന് പറഞ്ഞാൽ ടെക് സപ്പോർട്ട്, കസ്റ്റമർ സർവീസ്, പിന്നെ അതേപോലെ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ജോബ്സ്. ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ കോഡിങ് കുറവാണ്. പിന്നെ ഡിസൈനിങ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ UI UX അങ്ങനെയുള്ള ഏരിയാസൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ
ആ ഒരു മേഖലയൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ലിങ്ക്ഡിനിൽ പറ്റുകയാണെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അക്കൗണ്ട് വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ അക്കൗണ്ടൊക്കെ നമ്മൾ കുറച്ചുകൂടിയും എന്താ പറയുക, സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജോബിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്കിതിൽ കുറേ ജോബുകളുടെ ലിസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള രീതിക്ക് കമ്പനികൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണേ അതെന്താണെന്നുള്ളത് ആദ്യം കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മോട്ടറോളയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ BCA കഴിയാറാവുമ്പോഴേക്കും നിങ്ങൾക്കൊരു ജോബിന് കയറാനുള്ള നോളജൊക്കെ അത്യാവശ്യം കിട്ടും. ഇതൊന്നും എന്തായാലും കോളേജസിൽ നിന്ന് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം കിട്ടത്തില്ല. ഇപ്പോഴത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ 2018 സിലബസ്. അടുത്ത വർഷം സിലബസ് മാറുമെന്ന് പറയുന്നുണ്ട്. അടുത്ത വർഷം മീൻസ് ഈ 2024 മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയണത്. നിങ്ങളപ്പോൾ ഈ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഏരിയ ഏതാണോ അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 3rd സെമ്മ് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BCA കഴിയുമ്പോഴേക്കും ഒരു ജോബിന് കയറാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 2 years MCAക്ക് പോകാമെന്നുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ വേറെ പറയാം. പക്ഷെ ഇപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയണുള്ളൂ. ആകപ്പാടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു കോഴ്സ് പിക്ക് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ യുഡമിയിൽ ഓഫർ കണ്ടുകൊണ്ടാണ് ഞാൻ യുഡമി മെൻഷൻ ചെയ്തത്. അതിൽ ഞാൻ ചെയ്യുന്ന 2 കോഴ്സസ് ഏതാണെന്നുള്ളതും മെൻഷൻ ചെയ്തത്. കാരണം അത് അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. നിങ്ങൾക്ക് റിവ്യൂ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് ഇടാം. എന്നിട്ട് ഭാവിയിൽ പഠിച്ചാലും മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും യുഡമിക്ക് സിമിലർ ആയിട്ടുള്ള സൈറ്റ്സിൽ ഓഫറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിവ്യൂസ് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഉള്ളത് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിങ്ക്ഡിനിൽ തന്നെ ജോബിൻ്റെ പോസ്റ്റൊക്കെ എടുത്തിട്ട് കമ്പനിക്ക് എന്താണ് റിക്വയർമെൻറ്റ് എന്നുള്ളത് വായിച്ച് നോക്കാൻ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ BCA കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബ് നോക്കാനാണ് ഇരിക്കണേ, അന്നേരം പഠിച്ചു തുടങ്ങാനാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൈമിങ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇനിയും ഇതേപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് മൈൻഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറെ പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതായത് സ്ലൈഡ് ഉണ്ടാക്കിയ അങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഈ സംഭവം സെറ്റ് ചെയ്തില്ല. ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഇനിയുള്ള വീഡിയോസിൽ കുറച്ചുകൂടിയും എൻഹാൻസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത ഈ 2 കോഴ്സസിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴെ ഇടാം. അത് അഫിലിയേറ്റ് മാർക്കറ്റ് സാധനങ്ങളല്ല, ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, വെബ് ഡെവലപ്മെൻറ്റിൻ്റെയും ഡാറ്റ സ്ട്രക്ചറിൻ്റെയും. ഇപ്പം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള കോഴ്സസ് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ പിക്ക് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും.